ഹലോ, ഇന്ന് ഞാൻ ക്യാരറ്റും പാലും വെച്ചിട്ട് ജലാറ്റിനും ചൈനാഗ്രാസും ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുക നല്ല കിഡിലനായിട്ടുള്ള 2 പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നല്ല റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്നത് ക്യാരറ്റ് ഹൽവ പുഡിംഗ് ആണ്. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കണം. ക്യാരറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ള 5 ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ഈ പുഡിംഗ് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഈ ക്യാരറ്റ് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ക്യാരറ്റ് നന്നായിട്ടൊന്ന് ചുരുങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചുരുങ്ങി വരിക എന്ന് പറയുമ്പം ക്യാരറ്റ് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ടാവും. ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്നും എപ്പോഴും എല്ലാവരുടെയും വീട്ടിലില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാരയിൽ തന്നെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. പഞ്ചസാര ചേർക്കുമ്പോൾ ഇത് നല്ലപോലെ സോഫ്റ്റായിട്ട് വരും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പാലിന് പകരമായിട്ട് വേണമെങ്കിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് നമുക്കിനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ ഒഴിച്ച പാല് നന്നായിട്ട് വറ്റിയിട്ട് നല്ല കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പോഴേക്കും ക്യാരറ്റ് നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആവും. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് 2 ഏലക്ക ഒന്ന് കുത്തിയിട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്താലും മതി. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ആ പാലൊക്കെ നന്നായിട്ട് വറ്റി, ക്യാരറ്റ് നല്ല സോഫ്റ്റായി. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. ബ്രെഡും കൂടെ ചേർക്കുമ്പോഴാണ് ഇത് കറക്റ്റായിട്ടൊരു അടിപൊളി പുഡിങ്ങായിട്ട് വരുന്നത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് പീസ് നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഒരു ബ്രെഡിനെ 4ആയിട്ട് കട്ട് ചെയ്താൽ മതി. ഞാൻ ടോട്ടൽ 8 ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ ഒരു ബ്രെഡിൻ്റെ സൈസിനനുസരിച്ച് 8ഓ 10ഓ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ബ്രെഡ് ഈ പുഡിങ്ങിൽ കിടന്ന് സോഫ്റ്റായിട്ട് അലിഞ്ഞു പോവില്ല, ഇടയ്ക്ക് കടിക്കാൻ കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ ആ സമയത്ത്. അപ്പോൾ ഇതേ 2 സൈഡും നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. നമുക്കിനി അതവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ പുഡിങ്ങിൻ്റെ ബേസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു സോസ് പാനിലോട്ട് 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നുണ്ട്. ഇതിന് കസ്റ്റാർഡ് പൗഡർ തന്നെയാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അത് കിട്ടൂല എന്നുള്ളവർ മാത്രം വേണമെങ്കിൽ പകരം കോൺഫ്ലോർ എടുത്ത് ചെയ്യാം. കോൺഫ്ലോർ ആണ് എടുക്കുന്നതെങ്കിൽ എന്തെങ്കിലും എസൻസ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പിൻ്റെ 1/2 കപ്പിൻ്റെ ഇടയിൽ അത്രയേ വേണ്ടി വരുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങളൊരു 1/4 കപ്പ് ചേർക്കുക. എന്നിട്ട് ലാസ്റ്റ് നോക്കിയിട്ടൊന്ന് ചൂടാക്കുന്ന സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഒരു ഇച്ചിരി പാലൊഴിച്ചിട്ട് ഞാൻ ഒരു 1/2 കപ്പോളം പാലൊഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം കസ്റ്റാർഡ് പൗഡർ നല്ലോണം മിക്സ് ആവണം, കട്ടയായിട്ട് ഇരിക്കാൻ പാടില്ല. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പഞ്ചസാര അലിയണമെന്നൊന്നുമില്ല, ജസ്റ്റ് എല്ലാം കൂടി മിക്സ് ആയാൽ മതി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ബാക്കി പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കാൻ പോവുകയാണ്. ചൂടാക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാം. എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയും. അപ്പോൾ ഇളക്കി കൊടുക്കണം, അത് മറന്നു പോകരുത്. അപ്പോൾ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇത് കുറുകി തുടങ്ങും, പെട്ടെന്ന് തിക്കായി തുടങ്ങും. അങ്ങനെ കുറുകുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അപ്പോൾ ഒരു മിനിറ്റും കൂടെ കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലാവും. ഇനി നമുക്ക് ഒരുപാട് നേരം വെക്കണ്ട, പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇതിൽ ബബിൾസൊക്കെ അപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും ഇതുപോലെ. ഇനി നമ്മൾ ചൂടാറുന്ന സമയത്ത് ഇത് തിക്കായി പോവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് അതിനകത്തോട്ട് നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ല നമ്മുടെ ബ്രെഡ് പീസസ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുഞ്ഞു കുഞ്ഞു ബൗളിലാക്കി ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ലതാണ്. അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചൂടുള്ള കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിക്കരുത്, കാരണം നമ്മളിത് 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ബ്രെഡ് ഒന്ന് കവറായിട്ട് വരണം. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ക്യാരറ്റ് ഹൽവ ചേർത്ത് കൊടുക്കാം. എല്ലായിടെയും ഒന്ന് നന്നായിട്ട് ആക്കി കൊടുക്കുക. ക്യാരറ്റ് നമ്മൾ 2 ഭാഗമാക്കിയിട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരു ലെയർ ആദ്യം വെക്കാം, അതിനുശേഷം ബാക്കിയുള്ളത് മേലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു ഫസ്റ്റ് ഹാഫ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്.
ഇനി നമ്മൾ വീണ്ടും ഇതിൻ്റെ മേലയിൽ ബ്രെഡ് വെക്കാൻ പോവാണ്. ബാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ട്, അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഈ ബ്രെഡ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് പുഡിംഗ് സെറ്റായാലും ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കടിക്കുമ്പോൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടെങ്കിൽ നിങ്ങൾ ഫ്രൈ ചെയ്യാണ്ട് ചേർത്തോളൂ. പക്ഷേ ഇങ്ങനെയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ബ്രെഡ് വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കസ്റ്റാർഡ് മുഴുവൻ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വന്നിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ അതേ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ആ പകുതി ഉണ്ടല്ലോ ക്യാരറ്റ്, അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് നല്ലോണം ചൂടാറാൻ വെക്കാം. അതിനുശേഷം നമുക്കൊരു കുറഞ്ഞതൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വെക്കാം. തണുത്തിട്ട് തന്നെ കഴിക്കണം, അപ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും വെക്കുക. ഞാനിപ്പോൾ ഒരു 6 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് മാറ്റാം. നമ്മൾ ബ്രെഡൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലെ ആ ക്യാരറ്റിൻ്റെ ലെയർ പൊട്ടാതെ ശ്രദ്ധിക്കണം. എടുത്ത് ഞാനിപ്പോൾ പ്ലേറ്റിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുഡിങ്. ഇതിൻ്റെ ലെയർ നമുക്ക് കാണാൻ പറ്റും, ക്യാരറ്റിൻ്റെ ആ ലെയർ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ആ ക്യാരറ്റും കൂടെ മിക്സായി വരുന്ന രീതിയിൽ വേണം നമ്മൾ കഴിക്കാനായിട്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ, കഴിക്കാൻ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ചുമ്മാ പറയല്ല, എന്തായാലും ട്രൈ ചെയ്യുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു അടിപൊളി ക്യാരറ്റ് പുഡിങ് കൂടെ കാണിക്കുന്നുണ്ട്. അതും എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ കോൺഫ്ലോർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ജെലാറ്റിനോ ചൈനാഗ്രാസോ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമുക്കൊരു സോസ് പാനിൽ ഒഴിച്ചു കൊടുക്കാം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാൽ നമ്മൾ ആദ്യം കുറച്ച് ഒഴിച്ചാൽ മതി, കാരണം ഇത് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മൊത്തത്തിൽ ഈ പാൽ 1/2 ലിറ്ററാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ കൂടുതലൊന്നും എടുത്തിട്ടില്ല. പക്ഷേ നന്നായിട്ട് ഇതൊന്ന് നമുക്ക് പുഡിംഗ് കട്ട് ചെയ്ത് കിട്ടാനുള്ള പരുവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ തീ ഓൺ ചെയ്യുന്നത്. ഇത്ര നേരം നമ്മൾ ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. എപ്പോഴും പറയണ പോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ കുറച്ച് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടോളൂ, കുഴപ്പമില്ല. പിന്നെ കുറച്ച് വെച്ചാൽ മതി. ഇതിനകത്തോട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് എപ്പോഴാണോ ഒന്ന് കുറുകി തുടങ്ങുന്നത് ആ സമയമാകുമ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതേ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ഇനി നമുക്ക് വേണ്ടുള്ളൂ, കാരണം നമ്മൾ കോൺഫ്ലോർ അത്യാവശ്യം ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് റെഡി ആവും. അപ്പോൾ ഇതിനകത്തോട്ട് ഞാനിത് ഒരു 3/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വാനില എസൻസ് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ എസൻസ് എല്ലായിടെയും നന്നായിട്ടൊന്ന് പിടിക്കണം. നമ്മൾ എസൻസ് ഏറ്റവും അവസാനമാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്, നല്ല ക്രീം മാതിരി ഇരിക്കണ പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ട്രേയിൽ ഞാൻ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ടായിരുന്നു, കാരണം ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നെയ്യ് തടവിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൗളിലോ സ്റ്റീലിൻ്റെ ബൗളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്ലാസ്സിലോ ഒക്കെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് സെറ്റായി കിട്ടും. ഇത് നല്ലോണം ചൂടാറിയിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്. അതിന് ശേഷം മതി നമ്മൾ ഈ സെക്കൻഡ് ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സെക്കൻഡ് ലെയർ ക്യാരറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ക്യാരറ്റ് എടുത്താൽ മതി. ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വലുപ്പമുള്ള 2 ക്യാരറ്റ് എടുക്കുക. ഞാൻ ഇവിടെ അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അത് മുഴുവനായിട്ട് വേണ്ടി വന്നിട്ടില്ല, പകുതി എനിക്ക് ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ 2 എണ്ണം എടുത്താൽ മതി. എന്നിട്ട് അതിനകത്തോട്ട് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതേ നന്നായിട്ട് നമുക്കിങ്ങനെ തൊടുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇത് കിട്ടണം. ഈ ഒരു പരുവത്തിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി, നമ്മൾ സാധാരണ നോർമലി വേവിക്കുന്ന പോലെ തന്നെ. അതിനുശേഷം നമുക്ക് ക്യാരറ്റ് ഒന്ന് മിക്സിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കാൻ പോകണം. നിങ്ങൾക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരക്കാൻ നോക്കുക. ഇപ്പോൾ പറ്റണില്ലെങ്കിൽ 1-2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിത് ക്യാരറ്റ് അരച്ചിട്ട് ഞാൻ ആ ക്യാരറ്റ് വേവിച്ച് അതേ പാനിനകത്തോട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീ ഓൺ ചെയ്തിട്ടില്ല. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടാക്കണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ക്യാരറ്റ് എടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്താൽ മതി. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക, ഒട്ടും കട്ടയില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ക്യാരറ്റ് കൂടുതൽ എടുക്കുന്നതിനനുസരിച്ചാണ് കോൺഫ്ലോറിൻ്റെ അളവ് വരുന്നത്, കാരണം ക്യാരറ്റ് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റ് എടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മതി. അപ്പോൾ ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ അതേ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ക്യാരറ്റിനകത്തോട്ട് ഞാനിവിടെ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1/4 കപ്പ് ചേർത്താൽ മതി. മധുരം കുറവാണെങ്കിൽ അവസാനം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ഒരു 3-4 മിനിറ്റ് നമ്മൾ ഇങ്ങനെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ഏലക്ക ചേർക്കുന്നുണ്ട്. ഒരു 3 ഏലക്ക കുത്തിയിടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞതൊക്കെ ഒന്ന് ഡ്രൈ ആവണം. ആ സമയത്താണ് നമ്മളിനി ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിത് ഇനി ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇത് അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പം വേവിക്കാൻ മറന്നു പോരുത് കേട്ടോ, കാരണം ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. കാരണം വേവിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാവുള്ളൂ. കോൺഫ്ലോർ ചേർത്തതിന് ശേഷം നമുക്ക് ഒത്തിരി നേരം അങ്ങ് വേവിച്ചെടുക്കാൻ പറ്റില്ല, കാരണം പെട്ടെന്ന് ഇതങ്ങ് കുറുകിപ്പോവും. അപ്പോൾ ഇനി നമുക്ക് ഈ കോൺഫ്ലോറും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നല്ലപോലെ ഇതേപോലെ ഒന്ന് കുറുകി വരും, നല്ല തിക്കായിട്ട് വരും. അത്യാവശ്യം നന്നായിട്ട് തിക്കാക്കി എടുക്കുക. അപ്പോൾ ഞാനിത് കോൺഫ്ലോർ ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഇപ്പം നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ് റെഡിയായി. ഇത്രയും മതി, ഒത്തിരി അങ്ങ് കുറുകണമെന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫസ്റ്റ് ലെയറിൻ്റെ മേലയിൽ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രീസറിൽ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തതാണ്. അതിൽ കൂടുതൽ ഫ്രീസറിൽ വെക്കുകയും ചെയ്യരുത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ ഇത് ഒഴിച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത്രയും വേണ്ട. കാരണം നമുക്ക് ഈ ആദ്യത്തെ ലെയറിനേക്കാളും ഒരു ചെറിയ ലെയറേ നമുക്ക് ഈ മുകളിൽ ക്യാരറ്റിൻ്റെ വേണ്ടുള്ളൂ. ഒരു ചെറിയൊരു തിന്നായിട്ടുള്ള ഒരു ലെയർ മതി. കാരണം കൂടുതൽ ഈ ക്യാരറ്റ് ലെയർ വരുമ്പോൾ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കൂടുതലായിട്ട് നമുക്ക് ആ മിൽക്ക് പുഡിംഗ് ആണ് വേണ്ടത്. അപ്പം നന്നായിട്ട് നമുക്കിതേ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ക്യാരറ്റിന് പകരം സ്ട്രോബെറി എടുക്കാം, അതുപോലെ തന്നെ മാങ്ങ എടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കാം. ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഉള്ളതുകൊണ്ട് ക്യാരറ്റ് വെച്ച് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കണം. അതിന് ശേഷം വേണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്, ഇത് നമുക്ക് നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ ചൈനഗ്രാസ് ഒക്കെ ചേർത്ത് കട്ട് ചെയ്യില്ല, അതേപോലെ തന്നെ നമുക്കിതും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മൾ അത്യാവശ്യം കോൺഫ്ലോറൊക്കെ ചേർത്തിട്ട് തന്നെയാണ് ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ആണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മളൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ താഴത്തെ ലെയറാണ് കൂടുതൽ വേണ്ടത്, മേലത്തെ ലെയർ ചെറിയൊരു കോട്ടിങ് മാത്രം മതി, ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.